നെറ്റ്ഫ്ലിക്സില് ട്രെൻഡിങ് ലിസ്റ്റില് ഫസ്റ്റ് പൊസിഷൻ ഇപ്പൊ ഒരു ഇന്ത്യൻ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ സിനിമയ്ക്കാണ്. ബരമൊല്ല എന്നാണ് സിനിമയുടെ പേര്. ഞാൻ ഇന്നലെ രാത്രി ഒന്നും കാണാതില്ലാതപ്പോ ചുമ്മാ അങ്ങനെ ഇരുന്ന് നോക്കിയതാ. അപ്പൊ ഈ സിനിമയുടെ പോസ്റ്റ് ഭയങ്കര ക്യാച്ചിയാണ്. ആൻഡ് ദാറ്റ് ടു മറ്റേ സൂപ്പർ നാച്ചുറൽ പടം. അപ്പൊ ഞാൻ വെച്ച് കണ്ടു നോക്കാം. ജമ്മു കാശ്മീരിൽ കുറെ കുട്ടികളെ കാണാതാവണു. ഇത് അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥ. ഞാൻ വെച്ചു ഇതിൽ എന്നാ സൂപ്പർ നാച്ചുറൽ എലമെന്റ് ആണ് കൊണ്ടുവരുന്നതെന്ന് അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ബിഗ് ബോസും പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനിയെങ്കിലും ആൾക്കാർ കുറച്ച് കോമൺ സെൻസ് കാണിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. കണ്ടസ്റ്റൻസ് അവരവരുടെ പാട്ടിന് പോട്ടെ, നമ്മൾ നമ്മുടെ പാട്ടിന് പോകണം. ഈ സൈബർ ബുള്ളിങ്, തന്തയ്ക്ക് വിളി, ഇന്ന ആൾക്ക് കപ്പ് കൊടുത്തില്ല, ആരോ ജയിക്കട്ടെ ആരോ തോക്കട്ടെ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഇന്ന ആള് ജയിച്ചില്ല അതുകൊണ്ട് നീ സുഖമായി ഇരിക്കരുത്, നിനക്ക് ഞാൻ സമാധാനം തരില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഷുക്കൂറും സുഗുണനും ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടൊന്നും കപ്പും പൈസയും തിരിച്ചു മേടിക്കൊന്നുമില്ല. ഇറ്റ്സ് ഓവർ. ആക്ച്വലി ഷോ ഇസ് ഓവർ. ആരോ ജയിക്കട്ടെ ആരോ തോക്കട്ടെ, എന്തോ ആയിക്കോട്ടെ വേണ്ടി വിടാം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവനവന്റെ കാര്യം നോക്കിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇന്ന ആൾക്ക് കപ്പ് കൊടുത്തില്ല അതുകൊണ്ട് ഞാൻ 4 ദിവസം സമരം ചെയ്യും പറഞ്ഞാൽ അവനവന്റെ വീട്ടിലത്തെ കാര്യം കഷ്ടാവുള്ളൂ. പറയാൻ കാര്യം ചില കമന്റ്സ് കാണുമ്പോ അയ്യോ ഇപ്പോഴാണ് ഹൃദയം എടുപ്പൊന്ന് നേരെ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് കാശ് കിട്ടുന്ന നമുക്കൊരു ഉണ്ടയും കിട്ടുന്നില്ല. അത് ഓർത്താ നല്ലത്. സോ കമ്മിങ് ബാക്ക് ടു ബരമൊല്ല, ഞാൻ പറഞ്ഞില്ലേ ജമ്മു കാശ്മീരിൽ കുറെ കുട്ടികളെ കാണാതാവണം. അപ്പൊ ഇത് അന്വേഷിക്കാൻ ഒരു പോലീസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. ആദ്യത്തെ 1 മണിക്കൂർ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാ കണ്ട് എല്ലാവരും ഇരുന്ന് ഉറങ്ങി. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി നിർത്തിയിട്ട് പിന്നെ പോയി വന്ന് കിടന്നു. സ്റ്റിൽ ഞാൻ എപ്പോഴും ബോറോ പടമാണെങ്കിലും ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഫുള്ളായിരുന്ന് കാണും. അപ്പൊ ഞാൻ രാത്രി കിടക്കാൻ വന്നപ്പോ ഇങ്ങനെ ഇരുന്ന് കണ്ടപ്പോ 2 മണിക്കൂറിന്റെ പടത്തിൽ 1.5 മണിക്കൂർ ഉറക്ക ഗുളിക. അത് പറഞ്ഞിട്ട് നിർത്തിപ്പോയി കഴിഞ്ഞാൽ വൻ നഷ്ടാവുന്നേ ഞാൻ പറയുള്ളൂ. അവസാനം 30 മിനിറ്റ് എടുത്ത് വെച്ചിട്ട് മോനെ കിട്ടു സാധനം. കിട്ടു പറഞ്ഞ വൻ കിട്ടു സാധനം. ബ്രില്യൻലി എക്സിക്യൂട്ടഡ് പരിപാടി. എങ്ങനെയുടെ ഈ സൂപ്പർ നാച്ചുറൽ സംഭവങ്ങളൊക്കെ ഇതിൽ ലിങ്ക് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. അതായത് കുറെ കുട്ടികളെ കാണാനില്ല, ഇതിന്റെ ഇടയിൽ പോലീസ്, ആളുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, ഇവർക്ക് കുറച്ച് മെന്റൽ ട്രോമയുണ്ട്, അതിന്റെ ഇടയിൽ ഒരു പൂവിന്റെ പരിപാടി കാണിക്കുന്നുണ്ട്, മിലിറ്റൻസിന്റെ പരിപാടി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി എങ്ങനെ ലിങ്ക് ചെയ്യാനാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 കണ്ടവർക്ക് അറിയാം കിടു പടമാണ്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് മറ്റേ ഓഞ്ഞ സാധനത്തിൽ കൈവയ്ക്കില്ല എന്ന് ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു. അവസാന 30 മിനിറ്റിൽ ഈ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിന്റെ ട്വിസ്റ്റിന്റെ അയ്യരി കളി എന്ന് വേണമെങ്കിൽ പറയാം. ജംസ്കേഴ്സ് ഹൊറർ അല്ല, ത്രില്ല് അടിക്കുന്ന സാധനം. അതായത് അവര് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഓരോ സീനും പെട്ടായിട്ടാണ് അവർ കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫോർ ദ ലാസ്റ്റ് 30 മിനിറ്റ്സ് ഇതൊരു വെർത്ത് വാച്ച് സംഭവം തന്നെയാണ്. ഇതില് നായകനായിട്ട് അഭിനയിച്ച ആളൊക്കെ കിടു പെർഫോമൻസ് ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞു പറഞ്ഞിട്ടിരിക്കുമ്പോ അവസാനം ടെയിൽ എൻഡിൽ അവർ വേറൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനത്തെ അറിഞ്ഞ് പണിയുണ്ട് അവസാനത്തെ 30 മിനിറ്റ്സ്. ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു കൺസെപ്റ്റില്, അതായത് ഇങ്ങനെ ഒരു കൺസെപ്റ്റില് കുട്ടികളെ കാണാനില്ല, അതിൽ അവര് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് കൊണ്ടുവരും, അത് ഇങ്ങനെ കണക്ട് ചെയ്യും, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ കാണാത്തതിന്റെ പ്രശ്നം. സോ പേഴ്സണലി എനിക്ക് വൻ കിടു പടമായിട്ടാണ് ലാസ്റ്റ് 30 മിനിറ്റ്സ് കാരണം തോന്നിയത്. ബാക്കിയൊക്കെ പക്ക ഉറക്ക ഗുളികയായിരുന്നു. പക്ഷെ അത് കണ്ടിട്ട് നിർത്തി പോയി കഴിഞ്ഞു വെച്ചാൽ ദാറ്റ്സ് എ കോസ്റ്റ്ലി മിസ് എന്ന് വേണമെങ്കിൽ പറയാം. പെട്ട സാധനം. സോ എനിക്ക് പേഴ്സണലി അത്യാവശ്യം നന്നായി ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഹിന്ദി അതുപോലെ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. സോ വേണ്ടവര് കണ്ടു നോക്കുക.